ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നൊരു വെജിറ്റേറിയൻ ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്, രാജ്മ മസാല. നമുക്ക് വളരെ പെട്ടെന്ന് അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇവിടെ ഇപ്പോൾ 1/2 കപ്പ് രാജ്മ ബീൻസാണ് എടുത്തിട്ടുള്ളത്. രാജ്മ ബീൻസ് അതല്ലെങ്കിൽ കിഡ്നി ബീൻസ് എന്നൊക്കെ പറയും. ഇത് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തതും നമ്മൾ കുക്കറിലേക്ക് മാറ്റി ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടെടുക്കണം. ബീൻസ് വേവുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്ക് വേണ്ട ടൊമാറ്റോ പ്യൂരി തയ്യാറാക്കാം. ഇതിലേക്ക് ഒരു 3 മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട്. അതിനെ ഇങ്ങനെ സ്ലൈറ്റ് ചെയ്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. തക്കാളി നന്നായി വെന്ത് അതിന് സ്കിന്നെല്ലാം ഇങ്ങനെ അടർന്നു പോരുന്ന സമയത്ത് വേണം നമുക്കതിനെ സ്റ്റൗവിൽ നിന്ന് മാറ്റി വയ്ക്കാൻ. ഒന്ന് ചൂടാറിയതിന് ശേഷം അതിന് സ്കിന്നെല്ലാം മാറ്റി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ശേഷം ഇതിലേക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും ഒരു പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞ് മാറ്റി വയ്ക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ എണ്ണം വേണമെങ്കിൽ എരിവിനനുസരിച്ച് കൂട്ടിക്കൊടുക്കാം. പിന്നെ ഇതിലേക്കായിട്ട് എടുക്കുന്നത് 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞെടുത്തു. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. പട്ട, ഗ്രാമ്പു, ഏലക്ക എന്നിവ ചൂടായ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തു. 1 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച് വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ റോസ് സ്മെല്ല് മാറുന്ന സമയത്താണ് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നത്. സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ കളർ ചേഞ്ച് ആവുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. സവാളയുടെ കളറെല്ലാം മാറി തുടങ്ങുന്ന സമയത്ത് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ശേഷം നേരത്തെ റെഡിയാക്കി വെച്ച ടൊമാറ്റോ പ്യൂരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ പ്യൂരി ചേർത്ത് ഒരു 2 മിനിറ്റ് സമയത്തേക്ക് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലെ എണ്ണയെല്ലാം ചെറുതായിട്ട് തെളിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വേവിച്ച് വെച്ച് ബീൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരുംജീരകപ്പൊടിയും 1/2 ടീസ്പൂൺ ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇത് ഒരു 5 മിനിറ്റ് സമയത്തേക്ക് തിളപ്പിച്ചിട്ടെടുക്കണം. കറി നന്നായിട്ട് തിളച്ചതിന് ശേഷം ആവശ്യത്തിന് വേണ്ട മല്ലിയിലൂടെ ചേർത്ത് നമുക്കിതിന് ചൂടോടെ തന്നെ വിളമ്പാം. അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ട് പോകുന്ന ഒരു നല്ല ഡിന്നർ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.